പണ്ട് മദീര എന്നൊരു ഗ്രാമത്തിൽ ഒരു പാവം കുടുംബം താമസിച്ചിരുന്നു. ഒരു അച്ഛനും അമ്മയും 3 ആൺമക്കളും. അമ്മ ഹോട്ടലുകളിലും മറ്റും ജോലി ചെയ്തുകൊണ്ടും അച്ഛൻ ബീവറേജിൽ ജോലി ചെയ്തുകൊണ്ടുമായിരുന്നു ആ കുടുംബം മുന്നോട്ടു പോയിരുന്നത്. ഈ ദാരിദ്ര്യക്കെടുതിയിലേക്ക് ഒരു കുഞ്ഞു വരുന്നുണ്ടെന്ന് ആ അമ്മ അറിഞ്ഞു. ഈ ജീവിതാവസ്ഥയിലേക്ക് ഒരു കുഞ്ഞു കൂടി വന്നാൽ അത് താങ്കൾക്ക് താങ്ങില്ല എന്നുറപ്പായതുകൊണ്ട് തന്നെ ആ അമ്മ ചൂട് മദ്യം കുടിച്ച് കുഞ്ഞിനെ കളയാൻ ശ്രമിച്ചു. പക്ഷേ വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ. അങ്ങനെ ആ അമ്മ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. അങ്ങനെ ആ ദാരിദ്ര്യ കുടുംബത്തിൽ ആ കുഞ്ഞ് വളർന്നു വന്നു. അവൻ്റെ അച്ഛന് അവനു വേണ്ടി വിലപിടിപ്പുള്ള സമ്മാനമൊന്നും വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവനു വേണ്ടി ഒരു പന്ത് അവൻ്റെ അച്ഛൻ സമ്മാനിച്ചു. അതിനുശേഷം അവന് ലഭിക്കുന്ന സമയങ്ങളിലെല്ലാം പന്ത് കളിക്കാൻ തുടങ്ങി. പന്ത് കളിക്കുന്നതിനിടെ അവൻ കൂട്ടുകാർക്ക് പാസ് കൊടുത്താൽ അവർ ഗോൾ അടിച്ചില്ലെങ്കിൽ അവൻ കരയുമായിരുന്നു. അതിനാൽ തന്നെ അവനെ അവൻ്റെ കൂട്ടുകാരും മറ്റുള്ളവരും ക്രയിങ് ബോയ് എന്ന് വിളിച്ച് പരിഹസിച്ചു. സ്കൂളിൽ അധ്യാപകർ ക്ലാസ് എടുക്കുമ്പോൾ അവൻ ക്ലാസ്സൊന്നും ശ്രദ്ധിക്കാതെ ജനലിലൂടെ പുറത്തു ചാടി പന്ത് കളിക്കാൻ പോകുമായിരുന്നു. അങ്ങനെ അവനെ സ്കൂളിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കി. അങ്ങനെ അവൻ ഫുട്ബോൾ അക്കാദമിയിൽ പോയി ജോയിൻ ചെയ്തപ്പോൾ അവിടെയുള്ളവർ അവനെ മെലിഞ്ഞവൻ എന്ന് മുദ്ര കുത്തിക്കൊണ്ട് അവിടെ നിന്നും പുറത്താക്കി. മറ്റുള്ളവരുടെ പരിഹാസങ്ങളിലൊന്നും അവൻ തളരാതെ ജിമ്മിൽ പോവുകയും അവൻ്റെ ശരീരം മെച്ചപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ അവൻ ഒരു വലിയ ഫുട്ബോൾ താരമായി മാറി. അതെ, ആ താരമാണ് ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ക്രിസ്ത്യാനോ റൊണാൾഡോ. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന താരത്തിൻ്റെ ജീവിതകഥയിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട ഗുണപാഠം എന്തെന്ന് വെച്ചാൽ, ദാരിദ്ര്യം ഉണ്ടാകുമ്പോഴും നമ്മൾ പണത്തിൻ്റെ പിന്നാലെ പോകാതെ നമ്മുടെ പാഷൻ്റെ പിന്നാലെ പോയാൽ പണം നമ്മെ തേടി വരും.